T20 News. നമസ്കാരം, ബ്രില്യന്റ് എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നീറ്റ് 2025 സിലബസ് പ്രസിദ്ധീകരിച്ചു. കേന്ദ്ര EWS സർട്ടിഫിക്കറ്റ് സ്ഥലം കണക്കാക്കുന്ന മാനദണ്ഡം മാറ്റി. റീജിയണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിന്റെ ഫലം പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 37 കുട്ടികൾ. IIT-കളിൽ കോടികളുടെ പ്ലേസ്മെന്റുകൾ. ഒറ്റ പെൺകുട്ടി സ്കോളർഷിപ്പിന് അപേക്ഷിക്കുവാൻ ഇപ്പോൾ അവസരം. വാർത്തകൾ വിശദമായി. അതിനു മുൻപായി ഒരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. എൻട്രൻസ് മേഖലയിലെയും വിദ്യാഭ്യാസ രംഗത്തെയും ഏറ്റവും പുതിയ വാർത്തകൾ വായിച്ചറിയുന്നതിനായി ബ്രില്യന്റിന്റെ ഫ്രീ ന്യൂസ് പോർട്ടലും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റ് entrance.news.brilliantpala.org. നീറ്റ് 2025 പരീക്ഷയുടെ സിലബസ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. 2024 നടന്ന എക്സാമിന്റെ അതേ സിലബസ് ആണ് മാറ്റങ്ങളൊന്നുമില്ലാതെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2024 സിലബസ് അനുസരിച്ചുള്ള എക്സാം തന്നെയായിരിക്കും 2025 നീറ്റിലും ഉണ്ടാവുക. എക്സാം ഓൺലൈൻ മോഡിലാണോ ഓഫ്ലൈൻ മോഡിലാണോ എന്നുള്ളത് സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയവുമായിട്ടുള്ള ചർച്ച നടക്കുന്നു എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെന്റിൽ അറിയിച്ചത്. കേന്ദ്ര സർക്കാർ ജോലിക്കും നീറ്റ്, JEE, UPSC, CUET പോലുള്ള നാഷണൽ ലെവൽ എക്സാമുകൾക്കും അപ്ലൈ ചെയ്യുന്നവരുടെ സെൻട്രൽ EWS സർട്ടിഫിക്കറ്റിനുള്ള സ്ഥലം കണക്കാക്കുന്നതിനുള്ള മാനദണ്ഡത്തിന് മാറ്റം വന്നിരിക്കുന്നു. വിശദ വിവരങ്ങളുമായി ശിവൻ സാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ നീറ്റ്, JEE, CUET, UPSC പോലെയുള്ള നാഷണൽ ലെവൽ എക്സാമുകൾക്കും സെൻട്രൽ ഗവൺമെൻറ്റുകളുടെ നിയമനങ്ങൾക്കും ജനറൽ വിഭാഗത്തിന് ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുമായിരുന്ന EWS സർട്ടിഫിക്കറ്റിൻ്റെ നിയമങ്ങൾ കൂടുതൽ സുതാര്യമാക്കിയിരിക്കുന്നു. ആനുവൽ ഫാമിലി ഇൻകം 8 ലക്ഷം രൂപയിൽ താഴെയുള്ളതും വീടിൻ്റെ വലിപ്പം 1000 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ളതും ഗ്രാമപ്രദേശമാണെങ്കിൽ 4 സെൻറ്റ് സ്ഥലവും മുനിസിപ്പൽ പ്രദേശമാണെങ്കിൽ 2 സെൻറ്റ് സ്ഥലത്തിൽ താഴെയുള്ളതും അതുപോലെ കൃഷിഭൂമി 5 ഏക്കറിൽ താഴെയുള്ള ജനറൽ വിഭാഗത്തിന് ലഭ്യമാകുന്നതാണ് EWS സർട്ടിഫിക്കറ്റ്. എന്നാൽ ഈ സ്ഥലം സംബന്ധിച്ചുള്ള സ്ഥല നിർണയം വളരെ സങ്കീർണമാകിയാൽ അർഹതപ്പെട്ട പല വിദ്യാർത്ഥികൾക്കും ഇത് ലഭ്യമല്ലാതെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് കേരള ഗവൺമെൻറ് അതിന് പുതിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചതോടുകൂടി കൃഷിയിടങ്ങളിൽ വീടുള്ളവർക്കാണ് ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുക. വീട് നിൽക്കുന്ന സ്ഥലം ഒഴികെയുള്ളത് കൃഷിസ്ഥലമായിട്ട് കണക്കാക്കാം എന്നുള്ളതാണ് പുതിയ നിർദ്ദേശം. ഇതനുസരിച്ച് ഇനി വരുന്ന നീറ്റ് പോലുള്ള എക്സാമുകൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ EWS സർട്ടിഫിക്കറ്റ് കിട്ടാൻ കൂടുതൽ എളുപ്പമാകും. ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിലേക്കുള്ള 2ാം ഘട്ട പരീക്ഷയായ റീജിയണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിന്റെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ നിന്നും 37 കുട്ടികൾ അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടി. അതിൽ 28 പേരും പാല ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ നിന്നുള്ളവരാണ്. അടുത്ത ഘട്ടമായ ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് 2025 ജനുവരി 19 നടക്കും. റിപ്പോർട്ടിലേക്ക്. ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിന്റെ 1ാം ഘട്ട പരീക്ഷയായ IOQM-ൽ കേരളത്തിൽ നിന്ന് 275 കുട്ടികളാണ് അടുത്ത ഘട്ടമായ റീജിയണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിലേക്ക് യോഗ്യത നേടിയത്. നവംബർ 3 നടന്ന RMO പരീക്ഷയിൽ അടുത്ത ഘട്ടമായ ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിലേക്ക് സെലക്ഷൻ നേടിയിരിക്കുന്നത് കേരളം, ലക്ഷദ്വീപ് അടക്കമുള്ള മേഖലകളിൽ നിന്ന് 37 വിദ്യാർത്ഥികളാണ്. അതിൽ 28 വിദ്യാർത്ഥികളും പാല ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ പരിശീലനം നേടിയവരാണ് എന്നത് ശ്രദ്ധേയമാണ്. അഖിലേന്ത്യാ തലത്തിൽ 12ാം ക്ലാസ് ടോപ്പറായ വിദ്യാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നത് 58 മാർക്കാണ് എന്നിരിക്കെ ബ്രില്യന്റിലെ അക്ഷയ് ബിജു 57 മാർക്ക് കരസ്ഥമാക്കി കേരള ടോപ്പറായത് ബ്രില്യന്റിനും കേരളത്തിനും അഭിമാനമായിരിക്കുകയാണ്. 12ാം ക്ലാസ്സിനും 8 മുതൽ 11 വരെ ക്ലാസ്സുകാർക്കും പ്രത്യേകം കട്ട് ഓഫ് ആണെന്നതും എടുത്തു പറയേണ്ടതാണ്. അടുത്ത ഘട്ടമായ ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് 2025 ജനുവരി 19 നടക്കും. ന്യൂസ് ഡെസ്ക്, ബ്രില്യന്റ് പാല. IIT-കൾ എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ടോപ്പ് പ്രയോറിറ്റിയിലുള്ള സ്ഥാപനങ്ങളാവുന്നത് എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. അതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് കോടികളുടെ പ്ലേസ്മെന്റുകൾ തന്നെയായിരിക്കും. വിഷ്ണു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പ്ലേസ്മെന്റുകളുടെ എണ്ണത്തിലും സാലറി പാക്കേജുകളിലും മുൻ വർഷങ്ങളിലെ പോലെ തന്നെ 2024 നമ്മുടെ IIT-കൾ ബഹുദൂരം മുന്നിലായി കഴിഞ്ഞു. മുംബൈ, മദ്രാസ്, ഡൽഹി, കാൺപൂർ, പാലക്കാട് തുടങ്ങി എല്ലാ IIT-കളിലും മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്ലേസ്മെന്റ് ഓഫറുകൾ നടന്നിരുന്നു. 50% കുട്ടികളും ജോബ് ഓഫറുകൾ സ്വീകരിച്ചപ്പോൾ മറ്റ് നല്ലൊരു ശതമാനം കുട്ടികൾ സ്വന്തമായി ജോലി കണ്ടെത്തുന്നതിനാണ് താല്പര്യം കാണിച്ചത്. ചെറിയൊരു ശതമാനം കുട്ടികൾ പുതിയ സ്റ്റാർട്ടപ്പുകൾക്കായി തീരുമാനമെടുത്തപ്പോൾ മറ്റു ചിലർ ഓൺട്രപ്രണർഷിപ്പ് തങ്ങളുടെ സാധ്യതകളാക്കി മാറ്റിയെന്നതാണ് പ്രധാന വസ്തുത.
എന്നാൽ 10% കുട്ടികൾ ജോബ് ഓഫറിനും താല്പര്യം പ്രകടിപ്പിക്കാതെ ഹയർ എഡ്യൂക്കേഷനിലും വിദേശ സർവകലാശാലകളിലെ അഡ്മിഷനിലുമാണ് ആഭിമുഖ്യം പുലർത്തിയത്. എന്തു തന്നെയായാലും വലിയ കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ തരത്തിലുമുള്ള അവസരങ്ങളും IITകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. CBSE സ്കൂളുകളിലെ ഒറ്റ പെൺകുട്ടികൾക്കുള്ള മെറിറ്റ് സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം. 2024 10ാം ക്ലാസ് ജയിച്ചവർക്ക് പുതിയ അപേക്ഷയും 11ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് അപേക്ഷ പുതുക്കുവാനുള്ള അവസരവും ഇപ്പോൾ ലഭിക്കും. മാതാപിതാക്കളുടെ ഏക കുട്ടിയും CBSE വിദ്യാലയങ്ങളിൽ 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്നവരും 10ാം ക്ലാസ്സിൽ 5 വിഷയങ്ങൾക്ക് 70% മാർക്ക് ലഭിച്ചവരുമായിരിക്കണം അപേക്ഷകർ. കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ കൂടരുത്. സ്കോളർഷിപ്പ് തുക പ്രതിമാസം 1000 രൂപയായിരിക്കും. മറ്റ് സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. വിശദ വിവരങ്ങൾക്ക് CBSE വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.